ബദിയെടുക്ക മാർപ്പിനെടുക്കയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുമ്പടാജെ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭദ്രകുണ്ടുവിലെ സുരേഷാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. കുമ്പടാജെ സർവീസ് സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനും മാർപ്പിനെടുക്ക ഭദ്രകുണ്ടു സ്വദേശിയുമായ സുരേഷ് എന്ന 42-കാരനെ 2 പേർ ചേർന്നാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മാർപ്പിനെടുക്കയിലെ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയെടുക്ക പോലീസ് കേസെടുത്തു. കൊല്ലപ്പെട്ട സുരേഷ് വെറും പാവവും പരോപകാരിയുമായതുകൊണ്ട് തന്നെ തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സുരേഷ് പി കെ എന്നല്ല നമ്മളെ ഒരു സുഹൃത്തും കൂടാണ്. നമ്മളല്ലോ ഒരേ രീതിയിലാണ് വിവരിക്കുന്നത്. നമ്മൾ സുരേഷ് പി കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് എല്ലാ വിഷയങ്ങളിലും നമ്മൾക്കെല്ലാം സഹകരിച്ചുകൊണ്ടിൻ്റെ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു അനിരീക്ഷിത ഘടനയിൽ ഒരു 9:30 മണിയുടെ സുമാറിൽ അവന് ഇവിടെ കുറ്റേറ്റപ്പെട്ട് ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവനെ പതിപ്പിക്കാൻ സാധ്യമായില്ല. അപ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം നല്ലൊരു സോഷ്യൽ വർക്കറാണ്. ഞങ്ങളുടെ വ്യാപാര സമുച്ചയത്തിന് ഒരു കാവലുഭടനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സഹകാരം അദ്ദേഹത്തിൻ്റെ നമ്മൾക്കുണ്ടായി. എന്തോ ഒരു ചെറിയ ഒരു കന്നഡയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ഷുല്ലക കാരണമെന്ന് പറയും. അത്തരത്തിൻ്റെ എന്തോ ഒരു കാരണത്താൽ അവരോട് വാക്ക് തർക്കം മൂലം ഒന്നിച്ചിട്ടുണ്ടാകുന്ന ചങ്ങായിമാരും തന്നെ പൂർവ്വദ്വേഷമൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരസ്പരം ഇടപെട്ടുകൊണ്ട് അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയുന്നില്ല. ഞായറാഴ്ച വൈകുന്നേരം കുമ്പടാജെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഗ്രൗണ്ടിലെ വാക്കേറ്റത്തിന്റെ വാശി തീർക്കാനായി ബാങ്ക് പരിസരത്തെത്തിയ ഇരുവരും സുരേഷിനെ കുത്തുകയായിരുന്നുവത്രേ. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ഉപ്പള.